ഇസ്ലാം അല്ലാഹുവിൻ്റെ മതമാണ്. അദ്ദീനു വദ്ഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി. ബുദ്ധിയുള്ള ആളുകൾക്ക് ദേശഭാഷ സാംസ്കാരിക വേലിക്കെട്ടുകൾക്ക് അതീതമായി മാർഗദർശനം നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചാധിനാഥൻ ഔദാര്യമായി നൽകിയിട്ടുള്ള വ്യവസ്ഥിതിയാണ്, ആദർശമാണ്, ആചാരമാണ്. ആദർശ ആചാര കർമ്മങ്ങളുടെ സമീക്ഷയാണ് പരിശുദ്ധമായ ഇസ്ലാം. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്ലാമിനെ നമുക്ക് നൽകുവാൻ നമ്മുടെ കരണനരമ്പിനേക്കാൾ അടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും അന്നനാളത്തെയും ശ്വാസനാളത്തെയും കാൾ നമ്മളോട് അടുത്തിരിക്കുന്ന അല്ലാഹു തആല അവൻ്റെ മതമാകുന്ന ഇസ്ലാമിനെ നമുക്ക് നൽകുവാൻ ഇടയിൽ മധ്യസ്ഥന്മാരെ നിശ്ചയിച്ചു. അല്ലാഹു എന്തിനാണ് നമ്മുടെയും അല്ലാഹുവിൻ്റെയും ഇടയിൽ പ്രവാചകന്മാരാകുന്ന മധ്യസ്ഥന്മാരെ നിശ്ചയിച്ചത് എന്നൊരു യുക്തിവാദിക്ക് ചോദിക്കാം. പക്ഷേ ഇസ്ലാമിൻ്റെ ആളുകൾക്ക് ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ലാഹുവിൻ്റെ വ്യവസ്ഥിതിയാണ് അവൻ്റെ പരമാധികാരമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവനേക്കാളും അടുത്തിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മുടെയും അവൻ്റെയും ഇടയിൽ അവൻ്റെ ആദർശമാകുന്ന ഇസ്ലാമിനെ നൽകുന്നതിനു വേണ്ടി പ്രവാചകന്മാരാകുന്ന മധ്യവർത്തികളെ, ഇടയാളന്മാരെ, ഇടയിലുള്ളവരെ നിശ്ചയിച്ചത്? അവന് നേരിട്ടിങ്ങി തരാവുന്നതല്ലേ ഉള്ളായിരുന്നു എന്ന് ഒരാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇസ്ലാമികമായി പ്രസക്തിയില്ല. എല്ലാ സൃഷ്ടിജാലങ്ങളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബാണ്. അല്ലാഹുവിൻ്റെ ഖലീലിനേക്കാളും അടുത്തതാണ്. അല്ലാഹുവിൻ്റെ കലീമിനേക്കാളും അടുത്തതാണ്. എല്ലാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ് നൽകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയിൽ എന്തിനാണ് ഇടയാളനായി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെച്ചത്? അല്ലാഹുവിന് നേരിട്ട് നൽകിക്കൂടായിരുന്നോ? ചോദിക്കാം. പക്ഷേ ഇസ്ലാമികമായി പ്രസക്തിയില്ല. അല്ലാഹുവിൻ്റെ വ്യവസ്ഥിതിയാണ്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അല്ലാഹുവിൻ്റെ വ്യവസ്ഥിതിക്കും അല്ലാഹുവിൻ്റെ സുന്നത്തിനും അത് മാറ്റം വരുത്തുവാൻ നമുക്ക് അധികാരമില്ല. അത് ചോദ്യം ചെയ്യുവാൻ നമുക്ക് അധികാരമില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരാകുന്ന മധ്യവർത്തികളിലൂടെ, പ്രവാചകന്മാരിലേക്ക് മാലാഖമാരാകുന്ന മധ്യവർത്തികളിലൂടെ, ഇടയാളന്മാരിലൂടെ നൽകിയിട്ടുള്ള പരിശുദ്ധമായ മതമാണ് നമ്മുടെ പക്കലുള്ള ഇസ്ലാം. അഥവാ ലോകോത്തരമായ ആദർശ ആചാര അനുഷ്ഠാന കർമ്മ വ്യവസ്ഥിതികളുടെ സമീക്ഷയാകുന്ന ഇസ്ലാം. അത് അല്ലാഹുവിൻ്റെ മതമാണ്. ആ അധികാരം സൃഷ്ടിയുടെ കയ്യിലല്ല. സ്രഷ്ടാവിൻ്റെ പരമാധികാരമുള്ള മതമാണ് അല്ലാഹുവിൻ്റെ മതം. ആ പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക പരമ്പരയിലൂടെ മാലോകർക്ക് നൽകുകയും അന്ത്യപ്രവാചകരായി ലോകത്തിന്റെ നേതാവ് സയ്യിദി വ മലാദി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പരിപൂർത്തീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പൂർത്തീകരിച്ച പരിശുദ്ധമായ ഇസ്ലാം ഇനി ഒരു പ്രവാചകന്റെ അവതരണമില്ല. പരിശുദ്ധമായ ഖുർആനിനെ അവസാനത്തെ വേദമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുമ്പോൾ ഇനി അവതരിക്കാൻ ഒരു ദൈവികമായ വേദവും ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിടവാങ്ങൽ ഹജ്ജ് വേളയിൽ ലോകത്തോട് ആധികാരികമായി പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന.
ഇന്നിതാ പരിശുദ്ധമായ ഇസ്ലാമിനെ അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ ക്വാണ്ടിറ്റിയിലും അതിൻ്റെ അളവിലും അതിൻ്റെ തൂക്കത്തിലും ഇന്നിതാ പരിശുദ്ധമായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രവാചകത്വപരമായ പ്രബോധനത്തെ ഔദ്യോഗികമായും ആധികാരികമായും പരിപൂർത്തീകരിച്ചു. ഇനി ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലെ ആധികാരികമായ വചനങ്ങളെ മാലോകരുടെ മുമ്പിൽ വളരെ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകരാണ്, അല്ലാഹുവിൻ്റെ ദൂതപ്രവാചകരാണ്. ചുരുക്കട്ടെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപൂർത്തീകരിച്ച പരിശുദ്ധമായ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി മദീന പള്ളിയുടെ ചാരത്ത് ആയിഷത്തു തുഹറ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുകയാണ്. തിങ്കളാഴ്ച ദിവസം ലോകത്തോട് വിയോഗം തേടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരണീയമായ തിരുശരീരം അവിടുന്ന് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ആയിഷത്തു തുഹറ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ച വരെയും കിടക്കുമ്പോൾ ഒരാൾ കടന്നു വരികയാണ് ഇസ്ലാമിനെ അറിയാൻ. ഇസ്ലാം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് കടന്നു വരുന്നത്. മൽ ഇസ്ലാമോ, ഇന്നലെ വരെ ഇസ്ലാമിനെ അറിയാത്ത ഒരാൾ, ഇന്നലെ വരെ ഇസ്ലാമിനെ പുൽകാത്ത ഒരാൾ, ഇന്നലെ വരെ ഇസ്ലാമിക ആദർശത്തിലേക്ക് കടന്നു വരാത്ത ഒരാൾ കടന്നു വന്നിട്ട് ചോദിക്കുന്നു, മൽ ഇസ്ലാമോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കെ ഇനി പ്രവാചകനെ പറഞ്ഞു കൊടുക്കുന്നില്ല. അവിടുത്തെ ഭൗതികമായ ജീവിതത്തിന്റെ വ്യവസ്ഥിതിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചോദിച്ചു കഴിഞ്ഞു. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് അവിടുത്തെ പ്രബോധനത്വപരമായ ജീവിതത്തിന്റെ വിയോഗത്തിന് ശേഷം ആ ഒരു വ്യവസ്ഥിതിയിലൂടെയുള്ള ചോദ്യം ഇനി എവിടെയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരം കിടക്കുമ്പോൾ അവിടുന്ന് ഒരാൾ വന്ന് ഇസ്ലാമിനെ അറിയാൻ ആഗ്രഹിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് രചിക്കപ്പെട്ട എന്തെങ്കിലും ഗ്രന്ഥം അവിടെയുണ്ടോ സഹോദരങ്ങളെ? ഇല്ല. ഞാൻ പറയുന്ന പരാമർശങ്ങൾ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുന്നു. ഒരാൾ ഇസ്ലാമിനെ അറിയാൻ വരുന്നു. അയാൾക്ക് ഇസ്ലാമിനെ അറിയാൻ ഇസ്ലാമിനെ കുറിച്ച് രചിക്കപ്പെട്ട രാജാഗരോഡിയുടെ പുസ്തകമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക എഴുത്തുകാരന്റെ ഗ്രന്ഥമോ അല്ലെങ്കിൽ ലോകത്തേതെങ്കിലും ഒരു ഗ്രന്ഥം രചിക്കപ്പെടുകയോ പ്രചരിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ കൊടുക്കാനൊരു വ്യവസ്ഥിതിയും അവിടെയില്ല. എന്നാൽ അവിടുന്ന് പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പരിശുദ്ധമായ ഹദീസിന്റെയും രചന അവിടെ നടന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഔദ്യോഗികമായി പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളുടെ രചന അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഹദീസിന്റെ രചനയും എടുത്തു കൊടുക്കാനില്ല. ഇമാം ബുഖാരി തങ്ങൾ ജനിച്ചിട്ടില്ല, സ്വഹീഹുൽ ബുഖാരി രചിക്കപ്പെട്ടിട്ടില്ല. ഇമാം മുസ്ലിം റഹിമഹുല്ല ജനിച്ചിട്ടില്ല, സ്വഹീഹു മുസ്ലിം രചിക്കപ്പെട്ടിട്ടില്ല. ഇമാം തുർമുദി ജനിച്ചിട്ടില്ല, രചന ഉണ്ടായിട്ടില്ല. ഇമാം നസായിയുടെ ജന്മം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവിടുത്തെ രചനയും വന്നിട്ടില്ല. പരിശുദ്ധമായ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു രചനയും അന്നെടുത്തു കൊടുക്കാൻ അവിടെയില്ല. ഇനി എന്നാൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പരിഭാഷയോ ഒരു കോപ്പിയോ കടന്നു വന്ന ആളുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്താൽ അയാളെ സമാധാനിപ്പിക്കുവാൻ പരിശുദ്ധമായ ഖുർആനിന്റെ ക്രോഡീകരണവും അന്ന് നടന്നിട്ടില്ല എന്നതാണ് ശരിയായ വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചേതനയേറ്റ ശരീരം മദീന പള്ളിയുടെ ചാരത്ത് ആയിഷത്തു തുഹറ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുമ്പോൾ ഇസ്ലാമിനെ അറിയാൻ വേണ്ടി കടന്നു വരുന്ന നവാഗതന്റെ മുമ്പിലേക്ക് എടുത്തു കൊടുക്കാൻ പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമില്ല, ഹദീസിന്റെ ഒരു രചനയില്ല, ഖുർആനിന്റെ ഒരു കോപ്പിയില്ല. പിന്നെ എന്താണുള്ളത്? ഇവിടെയാണ്
പരമ്പരയുടെയും നിവേദനത്തിന്റെയും ബലാബലങ്ങളെ ചോദ്യം ചെയ്യാതെ ഒരു പരാമർശം വാസ്തവമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും.